മിനി റൗണ്ട് അബൌട്ട് പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടും ബുദ്ധിമുട്ടായിട്ടും ഒക്കെ തോന്നുന്ന ഒരു സാധനമാണ്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ പ്രവർത്തനം, അതിൻ്റെ ശരിക്കുമുള്ള ഗുണം അറിഞ്ഞാൽ നമുക്കത് അതുപോലെ തന്നെ അതിലൂടെ എങ്ങനെ സേഫായിട്ട് കറക്റ്റായിട്ട് വണ്ടി എടുക്കാം, ഓടിക്കാം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയോജനകരമായിട്ട് തോന്നുന്ന ഒരു കാര്യവുമാണ് ഈ മിനി റൗണ്ട് അബൌട്ട് എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ മിനി റൗണ്ട് അബൌട്ട് എന്താണ്, അതിലൂടെ എങ്ങനെ കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാം, അല്ലെങ്കിൽ മിനി റൗണ്ട് അബൌട്ടിൻ്റെ ഗുണം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ പേര് ലിജോ ജോസഫ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരക്കുള്ള ഒരു മെയിൻ റോഡ്, അതിലേക്ക് കണക്റ്റ് ആവുന്ന ഒരു സൈഡ് റോഡ്, ആ സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ആ വഴിയിലൂടെയുള്ള വണ്ടികളുടെ തിരക്ക് മാറിക്കഴിയുമ്പോഴത്തേന്, അല്ലെങ്കിൽ ആ രണ്ട് സൈഡിൽ നിന്നുള്ള വണ്ടികളില്ലാതെയായാൽ മാത്രമേ നമുക്ക് ആ മെയിൻ റോഡിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കിടന്നാലും ഒരു പക്ഷേ നമുക്ക് കയറാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. ഇതിനുള്ളൊരു പ്രതിവിധിയായിട്ടാണ് ശരിക്കും മിനി റൗണ്ട് അബൌട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നവർക്ക് മാത്രം പരിഗണന. റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി ഇല്ലാത്തപ്പോഴത്തേക്കിന് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറിപ്പോകാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നേരെ വരുന്ന വണ്ടികളെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അധികം സമയം വേസ്റ്റ് ആക്കാതെ സൈഡ് റോഡിൽ നിന്ന് വരുന്നവർക്കും കൂടെ കയറി പോകാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കുവാണ് ഈ മിനി റൗണ്ട് അബൌട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് സൈഡ് റോഡിൽ നിന്ന് വരുന്ന ഒരാൾക്ക് കിട്ടുന്ന ഗുണം. ഇനി നമ്മളൊരു മെയിൻ റോഡിലൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ഈ സൈഡ് റോഡിലേക്ക് ഒരു റൈറ്റ് ടേൺ എടുക്കണം. അതായത് മിനി റൗണ്ട് അബൌട്ട് ഇല്ലാത്ത ഈ സൈഡ് റോഡ് വന്ന് ചേരുന്ന ഒരു ജംഗ്ഷനിൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് വന്നിട്ട് റൈറ്റ് ടേൺ എടുക്കണം. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ മിനി റൗണ്ട് അബൌട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ എതിരെ വരുന്ന വണ്ടികൾക്കാണ് പ്രയോറിറ്റി. നമ്മളാണ് റൈറ്റ് ടേൺ എടുക്കുന്നവർ. അപ്പോൾ നമ്മളവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സ്റ്റോപ്പ് ചെയ്ത് കിടക്കണം. അപ്പം എതിരെ വരുന്ന വണ്ടികളില്ലാതെ ആകുമ്പം മാത്രമേ നമുക്ക് ആ റൈറ്റ് ടേൺ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഒരുപാട് ടൈം അവിടെ വേസ്റ്റ് ആവും. അതുകൂടാതെ നമ്മുടെ പുറകിലേക്ക് നമ്മൾ ഈ റൈറ്റ് ടേൺ എടുക്കാൻ കിടക്കുന്നത് കൊണ്ട് ഒരുപാട് ട്രാഫിക് ബ്ലോക്കും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അവിടെയും ഈ മിനി റൗണ്ട് അബൌട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റൈറ്റിൽ നിന്ന്, അതായത് ആ സൈഡ് റോഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളവിടെ നിർത്തി കൊടുക്കുന്നു. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ പതുക്കെ ആ റൈറ്റ് ടേൺ എടുക്കാം. അപ്പോൾ എതിരെ വരുന്നവർ നമുക്ക് വേണ്ടിയിട്ട് നിർത്തി തരുന്നു. അപ്പോൾ ഇവിടെ ഈ ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെയാവുന്നു, നമ്മുടെ സമയവും അവിടെ വേസ്റ്റ് ആവാതിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ഗുണം. ഒന്ന്, സൈഡ് റോഡിൽ നിന്ന് വരുന്നവർക്ക് മെയിൻ റോഡിലോട്ട് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് കയറാൻ സാധിക്കുന്നു. രണ്ട്, മെയിൻ റോഡിലൂടെ ഓടി വന്ന് റൈറ്റ് ടേൺ എടുക്കേണ്ടവർക്കും വളരെ ഈസി ആയിട്ട് ആ റൈറ്റ് ടേൺ എടുത്ത് സൈഡ് റോഡിലോട്ട് ഇറങ്ങി പോകാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു പക്ഷേ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ ഒരു സിഗ്നൽ വെച്ചാൽ പോരെ, അപ്പോൾ ഇട റോഡിൽ നിന്ന് വരുന്നവർക്കും കയറിപ്പോകാം, റൈറ്റ് ടേൺ എടുക്കേണ്ടവർക്കും ഇറങ്ങിപ്പോകാം എന്ന് വിചാരിക്കും. പക്ഷേ അപ്പോൾ അവിടെ ഒരു പക്ഷേ മെയിൻ റോഡിൽ തിരക്കില്ലാത്തപ്പോഴും റെഡ് ലൈറ്റ് കത്തിക്കിടന്നിട്ട് വെറുതെ ഇവിടെ സൈഡ് റോഡിൽ വണ്ടികൾ കിടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അനാവശ്യമായിട്ട് സമയം പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടുത്തെ UK ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, സമയത്തിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ മിനി റൗണ്ട് അബൌട്ടിൻ്റെ ഗുണം ഇതാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും അവർക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ മിനി റൗണ്ട് അബൌട്ട് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൻ്റെ ഗുണം, ഇങ്ങനെ ഒരു ഗുണം ഉണ്ടെന്നുള്ളത് മിക്കവർക്കും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ അതെങ്ങനെ എടുക്കണമെന്ന് അറിയാൻ മേലാത്തത് കൊണ്ടും നമ്മളിൽ പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട്, അല്ലെങ്കിൽ എന്തിനായിരുന്നു ഇതിങ്ങനെ, മര്യാദയ്ക്കൊരു സിഗ്നൽ വെച്ചാൽ പോരെ എന്നുള്ള ഒരു സംശയവും ചോദ്യങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമുക്ക് നേരെ 1-2 മിനി റൗണ്ട് ബോട്ടുകളിലേക്ക് പോയി സൈഡ് റോഡിൽ നിന്ന് ഒന്ന് മെയിൻ റോഡിലോട്ടും മെയിൻ റോഡിൽ നിന്ന് വന്നിട്ട് ഒന്ന് റൈറ്റ് ടേൺ എടുത്ത് സൈഡ് റോഡിലോട്ടും ഒക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. ഇപ്പം നമ്മളിത് ഇവിടുത്തെ ഒരു തിരക്കുള്ള മെയിൻ റോഡിലോട്ട് ചെന്ന് കയറാൻ പോവാണ്. മിനി റൗണ്ട് അബൌട്ടാണ്, അതിൻ്റെ സൈഡ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ചെന്ന് കയറാൻ പോകുന്നത്. ഇതാണ് ആ മിനി റൗണ്ട് അബൌട്ട്. ഞാൻ ഇവിടുന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തു. നേരെ മിനി റൗണ്ട് അബൌട്ടിലോട്ട് പതുക്കെ ചെന്ന് അപ്രോച്ച് ചെയ്യുന്നു. ഇതിൽ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വന്നു, പക്ഷെ അവർ ലെഫ്റ്റിലോട്ട് പോയി, വേറെ വണ്ടി വരുന്നില്ല. അതുകൊണ്ട് നമ്മളിത് നേരെ മെയിൻ റോഡിലേക്ക് കയറി. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എപ്പം മിനി റൗണ്ട് ബോട്ടിലോട്ട് കയറാം. എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നവർക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. ഇനി റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ ഒരെണ്ണമെങ്കിലും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ കയറാൻ കിടക്കുന്ന സൈഡ് റോഡിലോട്ട് ഇറങ്ങിപ്പോയാൽ നമുക്ക് മിനി റൗണ്ട് ബോട്ടിലോട്ട് കയറാം. രണ്ട്, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് മിനി റൗണ്ട് ബോർഡിലോട്ട് കയറാനായിട്ട് പ്രയോറിറ്റി തരും. പക്ഷേ അവർ ഓൾറെഡി മിനി റൗണ്ട് ബോർഡിലോട്ട് കയറി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് അവർ കയറിയെങ്കിൽ അവരുടെ വണ്ടി ഒരു ഷീൽഡായിട്ട്, ഒരു മറയായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലത്തെ വണ്ടിക്ക് മറയായിട്ട് വരുന്ന സമയത്തും നമുക്ക് മിനി റൗണ്ട് ബോർഡിലോട്ട് കയറാം.
ഇപ്പോൾ നമ്മൾ അടുത്ത മിനി റൗണ്ട് ബോട്ടിലോട്ട് എല്ലാം പോവാണ്. ഇപ്പോൾ നമ്മളൊരു മെയിൻ റോഡിൽ കൂടെയാണ് ചെല്ലുന്നത്. ഇവിടെ നിന്ന് റൈറ്റ് ടേൺ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടു. നമ്മുടെ മുന്നിൽ വണ്ടി പോകുന്നുണ്ട്, പക്ഷേ എതിരെ ഇപ്പോഴും വണ്ടി വരുന്നില്ല കേട്ടോ. നമ്മളിന്ന് ചെന്നിടത്തൊന്നും എതിരെ വണ്ടി വന്നില്ല. ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു കൂട്ടർ വരുന്നുണ്ട്. അവർക്ക് നമ്മൾ നിർത്തി കൊടുത്തു, അവരങ്ങോട്ട് പോയി. നമ്മളിത് നമ്മുടെ റൈറ്റ് ടേൺ എടുക്കുവാണ്. ഇപ്പോൾ ദേ ആ കാണുന്ന വഴിയിൽ നിന്ന് ഒരു കൂട്ടർ വരുമായിരുന്നെങ്കിൽ അവരവിടെ നമുക്ക് വേണ്ടി നിർത്തി തന്നേനെ. ഇങ്ങനൊരു സാഹചര്യത്തിൽ, അതായത് നമ്മളൊരു മെയിൻ റോഡിൽ കൂടെ വന്നിട്ട് സൈഡ് റോഡിലേക്ക് ഒരു റൈറ്റ് ടേൺ എടുത്ത് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്കെപ്പം മിനി റൗണ്ട് ബോർഡിലോട്ട് വണ്ടി എടുക്കാം. അപ്പോഴും ഈ സൈഡ് റോഡിൽ നിന്ന് വരുന്ന, നമ്മുടെ വലത്ത് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ കിടക്കുക. എന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന്, അതായത് നമ്മുടെ സ്ട്രെയിറ്റ് റോഡിൻ്റെ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന വണ്ടി, നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന സൈഡ് റോഡിലെ വണ്ടിക്ക് മറയായിട്ട് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ആ റൗണ്ട് ബോട്ടിലോട്ട്, മിനി റൗണ്ട് ബോട്ടിലോട്ട് നമുക്ക് വണ്ടി എടുക്കാം. ഇനി നമ്മളൊരു മിനി റൗണ്ട് ബോട്ടിലോട്ട് വന്നിട്ട് സ്ട്രെയിറ്റ് തന്നെ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് സ്ട്രെയിറ്റ് വന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വരുന്നവരെ മാത്രമാണ്. അതായത് മുമ്പേ നമ്മൾ റൈറ്റ് ടേൺ എടുത്തതുപോലെ ഇപ്പം റൈറ്റ് ടേൺ എടുക്കാനായിട്ട് നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വരുന്നവർക്ക്, അവർക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ നിർത്തി കൊടുക്കണം. കാരണം മിനി റൗണ്ട് ബോട്ടാണ്. നോർമൽ വഴിയായിരുന്നെങ്കിൽ നമുക്കായിരുന്നു പ്രയോറിറ്റി, കാരണം അവരാണ് റൈറ്റ് ടേൺ എടുക്കുന്നവർ. പക്ഷേ ഇവിടെ ഇത് മിനി റൗണ്ട് ബോട്ട് ആയതുകൊണ്ട് അവർക്കാണ് പ്രയോറിറ്റി. ഇപ്പോൾ നമ്മളൊരു മിനി റൗണ്ട് ബോട്ടിലോട്ട് 3 വഴി കൂടെയും വന്ന് കയറുന്നവരായിട്ട് മനസ്സിൽ ചിത്രീകരിച്ച് നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ കണ്ടു നോക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ 3 സൈഡിൽ നിന്നും വണ്ടി വന്ന് നിൽക്കുമ്പം ആരെടുക്കണം? കാരണം 3 പേരും നോക്കുമ്പോൾ അവരുടെ റൈറ്റ് സൈഡിൽ വണ്ടിയുണ്ട്. അപ്പോൾ ആരെടുക്കണം എന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പതുക്കെ മുന്നോട്ടങ്ങ് വണ്ടി എടുക്കുക. അത് എടുക്കുന്നത് പതുക്കെ വേണം കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ എടുത്താൽ ഇതേ മൈൻഡോടുകൂടി മറ്റൊരാളും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൊളീഷനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളാ എടുക്കുന്നത് പതുക്കെ എടുക്കുക, നല്ലോണം വാച്ച് ചെയ്ത് എടുക്കുക. അപ്പോഴത്തേക്കിനും അവരവിടെ തന്നെ നിർത്തി തരുവാണെങ്കിൽ നമുക്കത് എടുത്തു പോകാം. ഇനി അതല്ല, അവരും കൂടെ ആ സമയത്ത് തന്നെ എടുത്താൽ നമുക്ക് വീണ്ടും അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു സാഹചര്യം 3 പേരും കൂടെ ഒന്നിച്ച് വന്നിട്ട് ആര് പോകണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യം പലപ്പോഴും മിനി റൗണ്ട് ബോട്ടുകളിൽ ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങളൊരു ലേണർ ഡ്രൈവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി തന്നെ ഒരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ, മിനി റൗണ്ട് ബോട്ട് ആണെങ്കിലും റൈറ്റ് ടേൺ ആണെങ്കിലും എന്താണെങ്കിലും യുകെയിലെ ഡ്രൈവിങ് കറക്റ്റായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. മിനി റൗണ്ട് ബോട്ട് എന്താണെന്നുള്ളത് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒരു കമൻറ്റിലൂടെ അത് എന്നെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.